ഹലോ ഫ്രണ്ട്സ്, പ്രിൻഷ്യസ് സ്റ്റഡി ടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. ഇനി വരുന്ന പരീക്ഷയ്ക്ക് എല്ലാം ഉപകാരപ്പെടുന്ന ക്വസ്റ്റ്യൻസാണിത്. കണ്ടിന്യൂസ് ആയിട്ട് എല്ലാവരും കാണാൻ ശ്രമിക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ദാദാഭായ് നവറോജിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 1. ചോർച്ച സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ്. 2. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചു. 3. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ. 4. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നു. ഉത്തരം ഓപ്ഷൻ സി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ. ഇതിൽ തന്നിരിക്കുന്നവയിൽ ദാദാഭായ് നവറോജിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചത്. ഉത്തരം ഓപ്ഷൻ സി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ. അടുത്ത ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ഉത്തരം ഓപ്ഷൻ എ, ബാലഗംഗാധര തിലകൻ. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ബാലഗംഗാധര തിലകൻ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രധാന കാരണങ്ങൾ ഏതൊക്കെയാണ്? 1. കർഷകരുടെ ദുരിതങ്ങൾ. 2. കരകൗശല തൊഴിലാളികളുടെ ദാരിദ്ര്യം. 3. രാജാക്കന്മാരുടെ പ്രശ്നങ്ങൾ. 4. ശിപ്പായിമാരുടെ ദുരിതങ്ങൾ. ഉത്തരം ഓപ്ഷൻ ഡി, ഇവയെല്ലാം ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? ഉത്തരം ഓപ്ഷൻ ബി, അരുണ ആസഫ് അലി. അരുണ ആസഫ് അലിയെയാണ് ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് വിശേഷിപ്പിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി രൂപീകരിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ സി, സൂര്യാസെൻ. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി രൂപീകരിച്ചത് സൂര്യാസെൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 1. മാപ്പിള കലാപങ്ങൾ എന്നറിയപ്പെടുന്നു. 2. മലബാർ സ്പെഷ്യൽ പോലീസ് എന്ന ഒരു പ്രത്യേക വിഭാഗം പോലീസ് സേനയെ കലാപങ്ങൾ അടിച്ചമർത്താൻ രൂപീകരിച്ചു. 3. കലാപങ്ങളെക്കുറിച്ച് പഠിക്കാൻ വില്യം ലോഗൻ കമ്മീഷനെ നിയമിച്ചു. 4. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് കലാപത്തിൻ്റെ കാരണം. ഇതിൽ ഉത്തരം ഓപ്ഷൻ ഡി ആണ് വരുന്നത്. എല്ലാം ശരിയാണ്. 1, 2, 3, 4 ശരിയാണ്. അപ്പോൾ നമുക്ക് ഒന്നും കൂടി നോക്കാം. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചത്. ഏതൊക്കെയാണ്? മാപ്പിള കലാപങ്ങൾ എന്നറിയപ്പെടുന്നു. മലബാർ സ്പെഷ്യൽ പോലീസ് എന്ന ഒരു പ്രത്യേക വിഭാഗം പോലീസ് സേനയെ കലാപങ്ങൾ അടിച്ചമർത്താൻ രൂപീകരിച്ചു. 3. കലാപങ്ങളെക്കുറിച്ച് പഠിക്കാൻ വില്യം ലോഗൻ കമ്മീഷനെ നിയമിച്ചു. 4. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് കലാപത്തിൻ്റെ കാരണം. അടുത്ത ക്വസ്റ്റ്യൻ, കാലഗണനയനുസരിച്ച് ക്രമപ്പെടുത്തുക. 1. കുണ്ടറ വിളംബരം. 2. നിവർത്തന പ്രക്ഷോഭം. 3. മലയാളി മെമ്മോറിയൽ. 4. ഗുരുവായൂർ സത്യാഗ്രഹം. കാലഗണനയനുസരിച്ച് ക്രമപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ് വരുന്നത്. ഫസ്റ്റ് കുണ്ടറ വിളംബരം. 2. മലയാളി മെമ്മോറിയൽ. 3. ഗുരുവായൂർ സത്യാഗ്രഹം. 4. നിവർത്തന പ്രക്ഷോഭം. അടുത്ത ക്വസ്റ്റ്യൻ, ചേരുംപടി ചേർക്കുക. നവോത്ഥാന നായകരും സംഘടനകളും തന്നിരിക്കുന്നു. അത് ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 1. അയ്യങ്കാളി. 2. പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ. 3. വാഗ്ഭടാനന്ദൻ. 4. വൈകുണ്ഠസ്വാമികൾ. സംഘടനകൾ: 1. സമത്വ സമാജം. 2. സാധുജന പരിപാലന സംഘം. 3. പ്രത്യക്ഷ രക്ഷാ ദേവസഭ. 4. ആത്മവിദ്യാ സംഘം. ക്വസ്റ്റ്യൻസ് വീഡിയോ കാണുമ്പോൾ പോസാക്കിയിട്ട് നമുക്ക് ഉത്തരം കിട്ടുന്നുണ്ടോയെന്ന് ചെക്ക് ചെയ്യുക എല്ലാവരും. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. അയ്യങ്കാളി, സാധുജന പരിപാലന സംഘം. പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ, പ്രത്യക്ഷ രക്ഷാ ദേവസഭ. വാഗ്ഭടാനന്ദൻ, ആത്മവിദ്യാ സംഘം. വൈകുണ്ഠസ്വാമികൾ, സമത്വ സമാജം.
അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചട്ടമ്പിസ്വാമികൾ രചിച്ച കൃതി ഏത്? ഉത്തരം ഓപ്ഷൻ ബി വേദാധികാര നിരൂപണം. ചട്ടമ്പിസ്വാമികൾ രചിച്ച കൃതി ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി വേദാധികാര നിരൂപണം. അടുത്ത ക്വസ്റ്റ്യൻ, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ്? വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രസ്താവന താഴെ കൊടുക്കുന്നുണ്ട്. അതിൽ ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. 1. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന ആദ്യ പ്രക്ഷോഭം. 2. ടി.കെ. മാധവൻ നേതൃത്വം നൽകി. 3. എ.കെ. ഗോപാലൻ വളണ്ടിയർ ക്യാപ്റ്റൻ ആയിരുന്നു. 4. മന്നത്തു പത്മനാഭൻ സവർണജാഥ നയിച്ചു. ഇതിൽ ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത്. 1, 2, 4 ഏതൊക്കെയാണ്? സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന ആദ്യ പ്രക്ഷോഭമാണ് വൈക്കം സത്യാഗ്രഹം. അതിൽ ടി.കെ. മാധവനാണ് നേതൃത്വം നൽകിയത്. പിന്നെ വരുന്നത് 4ാമത്തെ, മന്നത്തു പത്മനാഭൻ സവർണജാഥ നയിച്ചു. ഇതിൽ ഈ 3 പ്രസ്താവനയുമാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്ന വർഷം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി 1950 ജനുവരി 26. 1950 ജനുവരി 26-നാണ് ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്ന വർഷം. അടുത്ത ക്വസ്റ്റ്യൻ, 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലികാവകാശമായത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ഉത്തരം ഓപ്ഷൻ ബി 86ാമത്തെ ഭേദഗതി 2002. 86ാമത്തെ ഭേദഗതി 2002 ആണ് ഭരണഘടനാ ഭേദഗതിയാണ് 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലികാവകാശമായത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി ഭാഗം 4A. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 4-ലാണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ എ സ്വത്താവകാശം, ബി സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം, സി സമത്വത്തിനുള്ള അവകാശം, ഡി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഇതിൽ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ സ്വത്താവകാശമാണ്. സ്വത്താവകാശം ഇപ്പോൾ നിലവിൽ എന്താണ്? ഒരു നിയമാവകാശമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ എഴുതപ്പെടാത്ത ഭരണഘടനയുള്ളത് ഏത് രാജ്യത്തിനാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ് ബ്രിട്ടൻ. ബ്രിട്ടനാണ് എഴുതപ്പെടാത്ത ഭരണഘടന ഉള്ളത് ഈ തന്നിരിക്കുന്നവയിൽ. അടുത്ത ക്വസ്റ്റ്യൻ, ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് എന്നാണ് ചോദിച്ചത്. ഉത്തരം ഓപ്ഷൻ ഡി ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. അടുത്ത ക്വസ്റ്റ്യൻ, നിലവിലെ ലോകസഭാ സ്പീക്കർ ആരാണ്? നിലവിലെ ലോകസഭാ സ്പീക്കർ ആരാണ് എന്നാണ് ചോദിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ഓം ബിർള. ഓം ബിർളയാണ് നിലവിലെ ലോകസഭാ സ്പീക്കർ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ VP മേനോനെ കുറിച്ച് ശരിയായ പ്രസ്താവനകൾ ഏവ? ഒന്നാമത്തെ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നാട്ടുരാജ്യങ്ങളുടെ ഇന്ത്യൻ യൂണിയനിലേക്കുള്ള സംയോജനവുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറിയായിരുന്ന മലയാളി. രണ്ടാമത്തെ വരുന്നത്, ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗം. മൂന്നാമത്തെ വരുന്നത്, ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്. നാലാമത്തെ വരുന്നത്, 1952 അസമിൽ ഗവർണറായി ചുമതലയേറ്റു. ഇതിൽ ശരിയായ പ്രസ്താവന VP മേനോനെ കുറിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത്, എയും സിയും.
ഏതൊക്കെയാണ്? സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നാട്ടുരാജ്യങ്ങളുടെ ഇന്ത്യൻ യൂണിയനിലേക്കുള്ള സംയോജനവുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറി ആയിരുന്ന മലയാളിയായിരുന്നു VP മേനോൻ. പിന്നെ എന്താണ്? ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ 1961 വരെ പോർച്ചുഗലിൻ്റെ അധീനതയിലായിരുന്ന പ്രദേശം ഏത്? ഉത്തരം ഓപ്ഷൻ എ ഗോവ. ഗോവയാണ് 1961 വരെ പോർച്ചുഗലിൻ്റെ അധീനതയിലായിരുന്ന പ്രദേശം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിൻ്റെ ശില്പി ആരാണ്? ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിൻ്റെ ശില്പി ആരാണ് എന്നാണ് ചോദിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി വിക്രം സാരാഭായ്. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് രാജ്യത്തിൻ്റെ സാങ്കേതിക സഹായത്തോടെയാണ് 1964 ബൊക്കോറോ സ്റ്റീൽ പ്ലാന്റ് എന്ന ഇരുമ്പുരുക്കുശാല ആരംഭിച്ചത്? ഉത്തരം ഓപ്ഷൻ സി റഷ്യ. റഷ്യയുടെ സഹായത്തോടെയാണ് 1964 ബൊക്കോറോ സ്റ്റീൽ പ്ലാന്റ് എന്ന ഇരുമ്പുരുക്കുശാല ആരംഭിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, 12ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി സുസ്ഥിര വികസനം. 12ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടത് ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം ഓപ്ഷൻ ഡി സുസ്ഥിര വികസനം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ കേരള സർക്കാരിൻ്റെ ഗവേണൻസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആയ സഞ്ജയ നൽകുന്ന സേവനങ്ങൾ ഏവ? എ ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ്, ബി കെട്ടിട വയസ്സ് സർട്ടിഫിക്കറ്റ്, സി കെട്ടിട നികുതി അടയ്ക്കൽ. ഇതിൽ ഉത്തരം ഓപ്ഷൻ ഡി ആണ് വരുന്നത്. മുകളിൽ പറഞ്ഞവയെല്ലാം എന്താണ്? സഞ്ജയ നൽകുന്ന സേവനങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, റോഡ് അപകടങ്ങൾ കുറയ്ക്കാനും ഗതാഗത നിയമലംഘനം തടയാനും സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പ് AI അധിഷ്ഠിത ക്യാമറകൾ സ്ഥാപിച്ച പദ്ധതി? ഉത്തരം ഓപ്ഷൻ ബി സേഫ് കേരള. റോഡ് അപകടങ്ങൾ കുറയ്ക്കാനും ഗതാഗത നിയമലംഘനം തടയാനും സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പ് AI അധിഷ്ഠിത ക്യാമറകൾ സ്ഥാപിച്ച പദ്ധതിയാണ് സേഫ് കേരള. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളാണ് ഉപദ്വീപീയ നദികൾ. താഴെ നൽകിയിരിക്കുന്നവയിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ ഏതെല്ലാം? 1 കാവേരി കൃഷ്ണ, 2 നർമ്മദ താപ്തി, 3 ഗോദാവരി മഹാനദി, 4 മഹാനദി കൃഷ്ണ. ഉത്തരം ഓപ്ഷൻ ബി 2 മാത്രം. ഏതൊക്കെയാണ്? നർമ്മദ താപ്തി. അടുത്ത ക്വസ്റ്റ്യൻ, ചന്ദ്രയാൻ 1ൻ്റെ പ്രൊജക്റ്റ് ഡയറക്ടറാണ് അണ്ണാദുരൈ. എന്നാൽ ചന്ദ്രയാൻ 3ൻ്റെ പ്രൊജക്റ്റ് ഡയറക്ടർ ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ഡോക്ടർ പി വീരമുത്തുവേൽ. ഡോക്ടർ പി വീരമുത്തുവേലാണ് ചന്ദ്രയാൻ 3ൻ്റെ പ്രൊജക്റ്റ് ഡയറക്ടർ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? കേരളത്തിൽ ഏലം വിളയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഭൂമിശാസ്ത്ര ഘടകം? എ 50 സെൻറ്റിമീറ്റർ താഴെ മഴ, ബി 50 ഡിഗ്രി സെൽഷ്യസ് മുകളിൽ ചൂട്, സി നീർവാർച്ചയുള്ള മണ്ണ്, ഡി ലാറ്ററൈറ്റ് മണ്ണ്. ഇതിൽ ഉത്തരം ഓപ്ഷൻ സി ആണ് വരുന്നത്, നീർവാർച്ചയുള്ള മണ്ണ്. അടുത്ത ക്വസ്റ്റ്യൻ, അറബിക്കടലുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതൊക്കെ? എന്താണ് ചോദ്യം? അറബിക്കടലുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതൊക്കെ എന്നാണ് ചോദിച്ചത്. ഉത്തരം ഓപ്ഷൻ സി മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയാണ് അറബിക്കടലുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം? ഉത്തരം ഓപ്ഷൻ സി 8 ഡിഗ്രി 4 മിനിറ്റ് വടക്ക് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് വടക്ക് വരെ. അടുത്ത ക്വസ്റ്റ്യൻ, ഗംഗാ നദിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന? എ
മാനസ സരോവർ തടാകത്തിൽ നിന്ന് ഉത്ഭവം. ബി. അറബിക്കടലിൽ പതിക്കുന്നു. സി. 2900 കിലോമീറ്റർ നീളം. ഡി. ഗാംഗ്ടോക്ക് ഗംഗയുടെ പോഷക നദിയാണ്. ഇതിൽ ഉത്തരം ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഗാംഗ്ടോക്ക് ഗംഗയുടെ പോഷക നദിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വെള്ളവും വളവും കണികാരൂപത്തിൽ ഡ്രിപ്പറുകളിലൂടെ നൽകുന്ന രീതി. ഉത്തരം ഓപ്ഷൻ ഡി, ഫെർട്ടിഗേഷൻ. വെള്ളവും വളവും കണികാരൂപത്തിൽ ഡ്രിപ്പറുകളിലൂടെ നൽകുന്ന രീതിയാണ് ഫെർട്ടിഗേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം അറിയപ്പെടുന്നത്. ഉത്തരം ഓപ്ഷൻ എ, വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ. മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയല്ലാത്തതേത്? എ. നിള എന്ന പേരിൽ അറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. ബി. കേരളത്തിലെ ഏറ്റവും നീളമുള്ള നദി ഭാരതപ്പുഴയാണ്. സി. ഭാരതപ്പുഴ ആനമലയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ഡി. മാമാങ്കം നടക്കുന്നത് ഭാരതപ്പുഴയുടെ തീരത്താണ്. ഇതിൽ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? താഴെ തന്നിരിക്കുന്നതിലെ പ്രസ്താവനയിൽ ശരിയല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. കേരളത്തിലെ ഏറ്റവും നീളമുള്ള നദി ഭാരതപ്പുഴയല്ല, പെരിയാറാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2023 വയലാർ അവാർഡ് ശ്രീകുമാരൻ തമ്പിക്ക് നേടിക്കൊടുത്ത കൃതി. 2023 വയലാർ അവാർഡ് ശ്രീകുമാരൻ തമ്പിക്ക് നേടിക്കൊടുത്ത കൃതി ഏതാണ് ചോദിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി, ജീവിതം ഒരു പെണ്ടുലം. അടുത്ത ക്വസ്റ്റ്യൻ, ഐക്യരാഷ്ട്ര സംഘടന 2023 ഏത് വർഷമായി ആചരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ എ, ചെറുധാന്യ വർഷം. 2023 ഐക്യരാഷ്ട്ര സംഘടന ഏത് വർഷമായി ആചരിക്കുന്നു എന്നാണ് ചോദ്യം. ചെറുധാന്യ വർഷം.